സോ നമ്മൾ ഈ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത ആഴ്ചയിലുള്ള കുറച്ച് ട്രേഡിംഗ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ ഈ വീഡിയോ മറക്കാതെ തന്നെ ഫുൾ ആയിട്ട് കണ്ടോ. ഇതിൽ ഓരോന്നും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അതായത് നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിലേക്കുള്ള ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ എല്ലാവരും വീഡിയോ മറക്കാതെ തന്നെ മുഴുവനായിട്ട് കണ്ടോ. അതേപോലെ തന്നെ ഇതിൽ കുറേ എക്സൈറ്റഡ് ആയിട്ടുള്ള ട്രേഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നമ്മളെ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചിട്ടുള്ള രണ്ടാമത്തെ ആഴ്ചയാണ്. ഓക്കെ, സോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ നേരെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ഈ വീക്കിലെ ഫസ്റ്റ് കറൻസി എന്ന് പറയാൻ പോകുന്നത് USD/JPY ആണ് കേട്ടോ. സോ USD/JPYയിലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. സോ നമുക്ക് USD/JPY തന്നെ നോക്കാം. സോ USD/JPYയിൽ നമുക്ക് ട്രേഡ് ഉണ്ട്. എവിടെയാണെന്നറിയോ? സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു ബോസ് കിട്ടിയിട്ടുണ്ട്. സോ കാണാൻ പറ്റും, എല്ലാവർക്കും വെടിപ്പായിട്ട് കാണാൻ പറ്റുന്നില്ലേ? സോ ഇവിടെ നമുക്കൊരു ബോസ് കിട്ടിയിട്ടുണ്ട്. സോ അവിടെ തന്നെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. സോ ഓർഡർ ബ്ലോക്കിന്റെ ഇത് ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. സോ ഓർഡർ ബ്ലോക്കാണിത്. സോ ഇവിടുന്ന് നമുക്കൊരു ചാൻസ് ഉണ്ട്. എങ്ങനെ? സോ ഡൗൺ ട്രെൻഡിലേക്ക് ഒരു ചാൻസ് ഉണ്ട്. അതായത് ഷോർട്ട് പൊസിഷൻ ആയിട്ട് നമുക്കൊരു ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ ഈ ഒരു പോയിന്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ കണ്ടോ, ഏകദേശം 1:2 റേഞ്ച് നമുക്ക് ഇവിടെയും പൊസിഷൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, USD/JPYയിൽ ഒരു ട്രേഡ്. സോ ഇതിന് കൺഫർമേഷൻസും കാര്യങ്ങളും കിട്ടണം. ഇന്നർ ടൈം ഫ്രെയിമിൽ പോയി നോക്കണം. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. സോ ഇനി അടുത്തത് പറയുമ്പോൾ ഗോൾഡ് ആണ്. ഗോൾഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരു ആഴ്ചയിൽ കിട്ടുന്നുണ്ട്. സോ കുറേ പേര് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ളത് എടുക്കുന്നുണ്ട്, കുറേ പേര് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, കുറേ പേര് പേടിച്ചിട്ടിരിക്കുന്നുണ്ട്. സോ പേടിക്കേണ്ട ഒരു കാര്യമില്ല. യൂസ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ടേക്ക് എൻട്രി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നമ്മൾ അടുത്തത് ഗോൾഡ് ആണ്. ഗോൾഡ് ഓൾ ടൈം ഹൈ ആണ്. ഏകദേശം നമ്മളെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവന് 70,000 രൂപയൊക്കെ കടക്കാറായി. 70,000 രൂപ. സോ ജസ്റ്റ് ഇമാജിൻ, 70,000 രൂപ കടക്കാറായി. സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ടോപ്പ് ഹൈ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. ഇനി മാർക്കറ്റ് തിരിച്ചൊരു ലെവലിൽ വരണം. അതായത് ഈ ഒരു ലെവലിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെവലിലോ വരണം. സോ ഓക്കെ, ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ മാത്രം നമുക്ക് അവിടെ സാധനങ്ങളുള്ളൂ. ഓക്കെ, സോ എന്നാലേ നമുക്ക് അവിടെ കറക്റ്റായിട്ട് എൻട്രി പൊസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പൊസിഷൻ നമുക്ക് എൻട്രി ഇടാൻ പറ്റുള്ളൂ. സോ അടുത്തത് നമ്മൾ GBP/USDയിൽ നമ്മൾ വെള്ളിയാഴ്ച ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും ആ ട്രേഡ് എടുത്തിട്ടുണ്ടാവും, എടുക്കാത്തവരുണ്ടാവും, അതേപോലെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരുണ്ടാവും. സോ നമുക്ക് ആ ട്രേഡിനെ കുറിച്ച് നോക്കാം. സോ കണ്ടോ, ഇതാണ് നമ്മൾ ആ എൻട്രി എന്ന് പറയുന്നത്. സോ GBP/USDയിലായിരുന്നു ആ എൻട്രി ഉണ്ടായിരുന്നത്. അല്ല കിഡിലം പോലത്തെ എൻട്രി ആയിരുന്നു. നമ്മളൊന്ന് ടെൻഷൻ അടിപ്പിച്ചെങ്കിലും മാർക്കറ്റ് പഴയ പോലെ തന്നെ കയറി പോകുന്നുണ്ട്. സോ തിങ്കളാഴ്ചത്തെ ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് കയറിപ്പോകും. സോ എല്ലാവർക്കും അത് കറക്റ്റ് ആയിട്ട് കാണാനും പറ്റും. എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിന്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. സോ ഇതാണ് സംഭവം USD/JPYയിൽ. നമുക്ക് ട്രേഡ് ഓൾമോസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ, ഡിസ്കോഡിലും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മൾ ഓൾമോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് പേര് എൻട്രി എടുത്തിട്ടുണ്ട്. സ്റ്റിൽ ഹോൾഡിംഗ് ആണ് ഒരുപാട് പേര്. ഓക്കെ, സോ നമ്മൾ അടുത്തത് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിനിൽ നമുക്ക് ബിറ്റ്കോയിൻ ഏകദേശം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ലെവലാണ്. സോ ബിറ്റ്കോയിനിൽ നമുക്കൊരു ചെറിയ എൻട്രി ഉണ്ട്. നമുക്ക് ആ എൻട്രീനെ കുറിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. സോ വീഡിയോ വാച്ച് ചെയ്തോ മൊത്തമായിട്ട്. സോ ബിറ്റ്കോയിന്റെ എൻട്രി ഈ ഒരു ലെവലിലാണ് ബിറ്റ്കോയിന്റെ എൻട്രി ഉള്ളത് കേട്ടോ. ബിറ്റ്കോയിന്റെ നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാണ്. സോ ഈ ഒരു റേഞ്ചാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ഉള്ളത്. സോ കറക്റ്റായിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യണം. കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, സോ നമുക്ക് കറക്റ്റായിട്ടുള്ള പൊസിഷന് എൻട്രി കിട്ടുള്ളൂ. സോ പൊസിഷൻ എൻട്രിയാണ് മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾ ഗാംബിൾ ചെയ്യരുത് ഒരിക്കലും. ഒരു ദിവസം 1-2 പൊസിഷൻസ് മാത്രം എടുത്തിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അക്കൗണ്ട് ഒരു പ്രാവശ്യം പോലും നിങ്ങളത് പ്രോഫിറ്റബിൾ എത്തൂല. അത് ഞാൻ 100% എഴുതി ഒപ്പിട്ടുതരാം. സോ ഒരു പ്രാവശ്യം പോലും നിങ്ങളത് എത്തൂല എന്നുള്ളത് ഉറപ്പാണ് ഏകദേശം. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു എൻട്രി കിട്ടും. എങ്ങനെയാണെന്നറിയോ? സോ ഇതിൽ കൺഫർമേഷൻ വേണം. കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ഒരു എൻട്രി കിട്ടും. സോ ആ എൻട്രീന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. എൻട്രി നമുക്ക് ഏകദേശം ഒരു എൻട്രി കിട്ടും എന്തായാലും. നമ്മൾ ഇങ്ങനെയാണ് എൻട്രി ഇടേണ്ടത്. സോ കണ്ടോ, ഇതും 1:2 റേഞ്ചാണ്. നമുക്ക് തിങ്കളാഴ്ചത്തെ എൻട്രീസ് ആണ്. സോ തിങ്കളാഴ്ച ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് ഉണ്ട്. നമ്മൾ പറയേണ്ടത്, എല്ലാ ഒരു മീഡിയം റേഞ്ചിൽ എടുക്കുക. ഓക്കെ,
സോ ഇത് ഡെമോ അക്കൗണ്ടിൽ എടുക്കുന്നവരാണ് ഡെമോ അക്കൗണ്ടിൽ എടുക്കുക, ഫണ്ടഡ് അക്കൗണ്ടിൽ എടുക്കുന്നവർ ഫണ്ടഡ് അക്കൗണ്ടിൽ എടുക്കുക. റിയൽ മണിയിൽ ഞാൻ ഒരിക്കലും എടുക്കാൻ പറയില്ല. കാരണം റിയൽ മണിയിൽ എടുത്തു കഴിഞ്ഞാൽ സോ എല്ലാവരുടെ അടുത്തും 10,000, 5,000 ഡോളറൊന്നും ഉണ്ടാവില്ല. ചിലർ 30-40 ഡോളറൊക്കെ വെച്ചിട്ടാണ്. സോ റിസ്ക് വെക്കാൻ പോലും ആ ഒരു എമൗണ്ട് ഉണ്ടാവില്ല. ഉള്ളത് ഞാൻ പറയണേ, റിസ്ക് വെക്കാൻ പോലും ആ എമൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ റിസ്ക് വെക്കണ എമൗണ്ട് നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $5,000 അക്കൗണ്ടൊക്കെ സുഖമായിട്ട് കിട്ടും. ഓക്കെ, സോ ആ അക്കൗണ്ട് എടുത്ത് ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നാസ്ഡാക്ക് ആണ്. നാസ്ഡാക്ക് ഫ്യൂച്ചേഴ്സ് ആണ്. സോ നാസ്ഡാക്കിന്റെ ചുരുക്കപ്പേരാണ്, മെയിൻ നെയിമാണ് US Tech 100 ക്യാഷ് എന്ന് പറയുന്നത്. സോ $100 ക്യാഷ് എന്ന് പറയുന്ന ഒരു സംഭവം. സോ നാസ്ഡാക്കിൽ നമുക്ക് എൻട്രീസ് ഒന്നുമില്ല. നാസ്ഡാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FEG തട്ടിയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, യുഎസിന്റെ 90% ടെമ്പ്, അതായത് ടരീഫിന്റെ 90 ദിവസത്തെ മറ്റേ പേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നിർത്തി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാരണമാണ് US മാർക്കറ്റ് വല്ലാതെ കയറി. സോ ഇനിയിപ്പോ തിങ്കളാഴ്ച അറിയാൻ ബാക്കിയുള്ള എന്താണ്, ഓൺലി ചൈനയ്ക്ക് മാത്രമേ ഇപ്പോൾ ടരീഫിന്റെ കൂടുതലായിട്ടുള്ളൂ, എത്ര 125% കണ്ട്. സോ തിങ്കളാഴ്ച അറിയാൻ ബാക്കി എന്താന്നുള്ളത്. ട്രംപ് ഇനി സ്പീക്ക് ചെയ്യാൻ വരണം എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ. സോ നമ്മൾ അടുത്തതെന്ന് പറയുന്നത് US ഓയിലാണ്. US ഓയിലില് മെയിൻ ആണ്. US ഓയിലും നാസ്ഡാക്കും BTCയും എല്ലാം ഒരേപോലെയാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാം ഒരു സഡൻ റഷ് കിട്ടി, ആ സഡൻ റഷിന്ന് പിന്നെ റീകവർ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. സോ ഇതെന്തായാലും ഇതിന്റെ ടോപ്പ് എടുക്കും. സോ ഏകദേശം കൺഫേം ആണ്, എല്ലാം അതിന്റെ ടോപ്പ് എടുക്കും എന്നുള്ളത് ഏകദേശം കൺഫേം ആണ്. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്. സോ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ട്രേഡിങ്ങിൽ പകുതി വിന്നായി. പിന്നെ റിസ്ക് മാനേജ്മെന്റ്, ഇമോഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എല്ലാവരും റിസ്ക് മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുക. സോ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ഗെയിം ഇല്ല മാൻ, ഒരു രക്ഷയില്ല. സോ അടുത്തത് എതേറിയാണ്. എതേറിയത്തിൽ നമുക്ക് ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച നമ്മൾ ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് അറിഞ്ഞിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിൽ ഹോൾഡിംഗ് ആണ് നമ്മളെ ട്രേഡ്. സോ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുമ്പോൾ 12 മണിയാണ് ഉച്ചയ്ക്ക്. സോ സ്റ്റിൽ ഹോൾഡിംഗ് ആണ് ആ ട്രേഡ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ആ ട്രേഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. സോ നമ്മൾ ഡിസ്കോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ഇപ്പോൾ 2 ദിവസം 3 ദിവസമായി ഇത് ഓടിയാൻ തുടങ്ങിയിട്ട്. അതായത് വെള്ളിയാഴ്ച ഇത് ഏകദേശം ഒരു ടൈം എന്ന് പറയുമ്പോൾ 10 മണി ടൈമിലേക്കാണ് നമ്മൾ ഇട്ടത്. അതായത് രാത്രി 10 മണി ടൈമിലേക്കാണ് നമ്മൾ ആ ട്രേഡ് ഇട്ടിട്ടുള്ളത്. സോ എല്ലാവർക്കും ആ ട്രേഡ് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഹോൾഡിംഗ് ആണ്. ഒരുപാട് പേരുടെ ഹിറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കറക്റ്റ് ഈ ലെവൽ വെച്ചുകൊണ്ട് നമ്മളിത് ഹിറ്റ് ആയിട്ടില്ല. കാരണം ഗോഡ് ഫണ്ടഡിൽ സ്പ്രെഡ് കുറവാണ്. അതുകൊണ്ട് വല്ലാതെ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, സോ എല്ലാവർക്കും നല്ല അടിപൊളി ട്രേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എന്താ പറയാ, എല്ലാവർക്കും അടിപൊളി ട്രേഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വെള്ളിയാഴ്ച. ഇനി തിങ്കളാഴ്ച വരാൻ പോകുന്നേ ഉള്ളൂ. തിങ്കളാഴ്ച നമുക്ക് വേറെ ലെവലാണ്. സോ എങ്ങനെ മാർക്കറ്റ്, അതേപോലെ തന്നെ എങ്ങനെ ഇത് സ്ട്രക്ചർ പഠിക്കണം എന്നുള്ളവർക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ പഠിപ്പിച്ചു തരും. ചെറിയ ചെറിയ ഫീസൊക്കെ ഉള്ളൂ. ഫുൾ കോഴ്സിന്റെ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുൾ കോഴ്സ് ഇപ്പോൾ ഫുള്ളായി, ഓൾമോസ്റ്റ് ആൾക്കാരായി. ഓക്കെ, 5 പേരെ പഠിപ്പിക്കുന്നുള്ളൂ. അതുപോലെ 5 പേരായി. ഇനി ബാക്കിയുള്ളവർക്ക് പഠിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതിൽ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് നാളെ ഉള്ള വീക്കിൽ, നാളെ വിഷു ആണ്. ഓക്കെ, സോ നാളെ വിഷു ആണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. അതേപോലെ തന്നെ എന്താ പറയാ, എല്ലാവർക്കും നാളെ ലീവാണ്. അപ്പൊ മാക്സിമം എല്ലാവരും വീഡിയോ കാണാം. അതേപോലെ തന്നെ എന്താ പറയാ, മാക്സിമം ഈ വീഡിയോയിൽ പറഞ്ഞ ട്രേഡ്സും കാര്യങ്ങളൊക്കെ, ഇനി കിട്ടാൻ പോകുന്ന ട്രേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഗ്രൂപ്പിൽ ഓരോന്നും ആൾക്കാർ മിസ്സാക്കാണ്ടിരിക്കുക. ഓക്കെ, മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം, വേറെ ആർക്കുമല്ല. സോ എന്താ പറയാ, ഫ്രീ സിഗ്നൽസ് ഉണ്ട്. അത് സിഗ്നൽ എന്ന് പറയാൻ പറ്റൂല, നമ്മൾ സിഗ്നൽ ഗ്രൂപ്പ് അല്ല, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. അതായത് കേരള ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. സോ എല്ലാവരും ഗ്രൂപ്പിലേക്ക് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ എല്ലാവർക്കും ട്രേഡിങ്, ഫ്യൂച്ചർ ഇനി ട്രേഡിംഗ് ആണ്. സോ ട്രേഡിങ്ങിലേക്ക് ആർക്കും കടന്നു കയറാൻ പറ്റില്ല. ഏത് കൊറോണ വന്നാൽ പോലും ട്രേഡിങ് സ്റ്റിൽ അവിടെ ഉണ്ടാവും. മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. നമ്മളെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളുടെ വില തീരുമാനിക്കുന്നത് മാർക്കറ്റാണ്. ഓക്കെ, സോ എല്ലാവരും മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവിടെ കാശിട്ട് കഴിഞ്ഞാൽ കാശ് പോകും. അതാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ അവസ്ഥ. സോ എല്ലാവരും എന്തായാലും മാക്സിമം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ നോക്കുക. ഓക്കെ, സോ എല്ലാവരും മാക്സിമം ഇറങ്ങിയിട്ട്, ഫസ്റ്റ് തന്നെ ഹാർഡായിരിക്കും, ടൈം പിടിക്കും, നല്ല ടൈം പിടിക്കും. 1 മാസം 2 മാസം അല്ല, 2-3 വർഷം പിടിക്കും ഒന്ന് സെറ്റായിട്ട് വരാൻ. പിന്നെയും ടൈം പിടിക്കും ഒന്ന് പ്രോഫിറ്റബിൾ ആവാൻ. പിന്നെയും ടൈം പിടിക്കും നല്ല പ്രോഫിറ്റബിൾ ആവാൻ. ഓക്കെ, സോ ഇൻസ്റ്റാഗ്രാമിൽ റീലും കാര്യങ്ങളും കണ്ടിരിക്കാണ്ട്
ജസ്റ്റ് കുറച്ച് നേരം മാർക്കറ്റിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവാൻ പറ്റും. ഓക്കെ, സോ എല്ലാവരും മാക്സിമം മാർക്കറ്റ് അനലൈസ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോസ് കാണുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.